ഹായ്, ഇന്ന് വൈകുന്നേരത്തെ സ്നാക്സ് നമ്മുടെ കോളിഫ്ലവർ ബജിയാണ്. അപ്പം ഇന്ന് വൈകുന്നേരം ചായക്കുള്ള ഒരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സ്കൂളിൽ നിന്നൊക്കെ വന്ന് വളരെ ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്ത് എൻ്റെ പിള്ളേർ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നോർത്ത് ഞാൻ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയുള്ള ഒരു ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ വരിക. ഓക്കേ, എനിക്ക് കുറച്ച് നമ്മുടെ കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതെടുത്തൊരു ബജി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ ചെറിയ ചൂടുവെള്ളം അതിനകത്ത് കുറച്ച് മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കും. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. നമ്മുടെ കോളിഫ്ലവർ ഞാനത് കഴുകിയാണ് വെച്ചത്. അത് ചെറിയ പീസാക്കിയിട്ട് ഞാനിതിലേക്ക് ഇടുകയാണ്. ബജി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കോളിഫ്ലവറാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ വലിപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഞാനൊരു കുറച്ച് ഇതായിട്ടൊന്ന് നമുക്കൊന്ന് കടിക്കാൻ വേണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്ന് പറഞ്ഞാൽ ഒത്തിരി തിളയ്ക്കരുത്, കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു കിഴുത്ത പാത്രത്തിലേക്ക് വെക്കാം. ഞാനൊരു ബൗളിനകത്ത് ഒരു 2 സ്പൂൺ കടലമാവ്, 2 സ്പൂൺ കോൺഫ്ലവർ, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക്, മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തു. എന്നിട്ട് ഞാനൊന്ന് പേസ്റ്റാക്കുവാണ്. കുറച്ച് വെള്ളം ഞാൻ അതിനകത്ത് ഒഴിക്കാൻ പോവുകയാണ്. അതേപോലെ ഞാൻ നാരങ്ങാ നീരൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നാരങ്ങാ നീര് കുറച്ച് നാരങ്ങാ നീര്, കുറച്ച് വെള്ളം, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. പെട്ടെന്നിപ്പം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ മതി കേട്ടോ. ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തു. കുറച്ച് സോയാ സോസ് ഒഴിക്കുകയാണ്. കുറച്ച് ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂണ് ഒഴിച്ചു. ഇങ്ങനെ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. ഇത് നല്ലോണം ആഡ് ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇടുവാണ്. കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് എണ്ണ വെച്ചു. എണ്ണ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ ഇതിടാം. നമ്മളുണ്ടാക്കി വെച്ച ബാറ്ററിനകത്ത് വേവിച്ച് വെച്ചിരുന്നതായ നമ്മുടെ കോളിഫ്ലവർ ശരിക്കും തന്നെ എടുത്ത് നല്ലതായിട്ടൊന്ന് മുക്കിയെടുത്തിരിക്കുകയാണ്. മുക്കിയെടുത്തിട്ടാണ് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നത്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബജി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ്. ഞാനിപ്പോൾ കടിക്കുമ്പോൾ ശബ്ദം കേൾക്കാം. അടിപൊളിയാണ്. കോളിഫ്ലവറൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കണം. സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങൾ ഓർക്കും ഞാൻ തന്നെയാണ് ഇത് പറയുന്നതെന്ന്. നിങ്ങളിത് ഉണ്ടാക്കി ഒന്ന് നോക്കുക. നോക്കി കഴിയുമ്പോൾ എനിക്ക് ടേസ്റ്റ് അറിയാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.